എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പം ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഒന്ന്, ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൻ എൻടൈറ്റിൽ ടു മെയിൻ്റെനൻസ് അണ്ടർ സെക്യുലർ സ്റ്റാറ്റ്യൂട്ട്, സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. അപ്പോൾ നമ്മുടെ GS2 സോഷ്യൽ ജസ്റ്റിസിൽ വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നമുക്കറിയാം വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ വുമൻ്റെ ഹെൽത്ത് കെയർ അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ UPSCയുടെ ഫേവറേറ്റ് ടോപ്പിക്സാണ്. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു സെക്യുലർ പെർസ്പെക്റ്റീവിലും ഉള്ളൊരു ന്യൂസ് ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യാസ് ഡെമോഗ്രാഫിക് ജേർണി ഓഫ് ഇറ്റ് ഹിറ്റ്സ് ആൻഡ് മിസ്സസ്. ഇത് നമ്മുടെ എഡിറ്റോറിയലുള്ളൊരു ന്യൂസാണ്. GS1 പോപ്പുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, പോപ്പുലേഷൻ അല്ലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഉള്ളൊരു ന്യൂസാണ്. ഇത് കൂടുതലും ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട്, അതായത് പോപ്പുലേഷനെ കുറിച്ച്, അതായത് ഇന്ന് ആക്ച്വലി വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ആർട്ടിക്കിൾസ്. കൂടുതലും നമുക്ക് പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് എഡിറ്റോറിയൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പോപ്പുലേഷൻ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എങ്ങനെ നമ്മൾ ഇത് ചെയ്യണം, റീപിൻ ചെയ്യണം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് എടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഇതെന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്ന് വെച്ചാൽ പാത്ത് വേ ഫോർ, ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റീനെ കുറിച്ച് പറയുന്ന ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണെങ്കിൽ, ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എ പാത്ത് വേ ഓഫ് ദ മോസ്റ്റ് പോപ്പുലസ് നേഷൻ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ്, എങ്ങനെയാണ് നമ്മളൊരു മോസ്റ്റ് പോപ്പുലസ് നേഷൻ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും GS1 പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ട് ഉള്ള ആർട്ടിക്കിൾസ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൻ എൻടൈറ്റിൽ ടു മെയിൻ്റെനൻസ് അണ്ടർ സെക്യുലർ സ്റ്റാറ്റ്യൂട്ട്, സുപ്രീം കോർട്ട്. അപ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് അഫേംഡ് ദാറ്റ് ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൻ ആർ എൻടൈറ്റിൽഡ് ഫോർ മെയിൻ്റെനൻസ് അണ്ടർ സെക്യുലർ ലോസ്. അപ്പോൾ സ്പെസിഫിക്കലി സെക്ഷൻ 125 ഓഫ് ദ CRPC. പിന്നെ ദിസ് ഡെസിഷൻ എൻഷുവേഴ്സ് ദാറ്റ് മുസ്ലിം വുമൻ ഹാവ് ദ ചോയ്സ് ടു സീക്ക് മെയിൻ്റെനൻസ് ഈദർ അണ്ടർ ദ പേഴ്സണൽ ലോ ഓർ അണ്ടർ ദ സെക്യുലർ സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ അതായത് നമുക്കറിയാം മുസ്ലിം ലോയും ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്, അതുപോലെ തന്നെ നമ്മൾ സെക്യുലർ ഗവൺമെൻറ് ലോസ് ഉണ്ട്. പക്ഷേ ബോത്ത് കേസസിലും എന്താണ്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള മുസ്ലിം വുമണിന് മെയിൻ്റെനൻസ് ഹസ്ബൻഡ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് സുപ്രീം കോർട്ടിൻ്റെ വിധി വന്നേക്കുന്നത്. അപ്പോൾ പ്രൊമോട്ടിങ് എ ഹാർമണൈസ്ഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വുമൻസ് റൈറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ലീഗൽ ബേസിസ് നോക്കുകയാണ്. സെക്ഷൻ 125 ഓഫ് ദ CRPC. അപ്പോൾ ഈ പ്രൊവിഷൻ മാൻഡേറ്റ്സ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഹൂ കനോട്ട് സപ്പോർട്ട് ദംസെൽസ് ആർ എൻടൈറ്റിൽഡ് ടു മെയിൻ്റെനൻസ് ഫ്രം ദോസ് വിത്ത് സഫിഷ്യൻറ്റ് മീൻസ് ഇർറെസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ. ഓക്കെ, അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ വേർഡിക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കോർട്ട്സ് റൂളിംഗ് കൺഫേംസ് ദാറ്റ് ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൻ ക്യാൻ സീക്ക് മെയിൻ്റെനൻസ് അണ്ടർ സെക്ഷൻ 125 CRPC, പ്രൊവൈഡിങ് എ സെക്യുലർ റെമഡി ഇൻ അഡീഷൻ ടു ദ പേഴ്സണൽ ലോ പ്രൊവിഷൻസ്. ഓക്കെ, അതായത് അവർക്ക് മെയിൻ്റെനൻസ്, അല്ലാതെ അവർക്കൊരു മാസ ചെലവ് ഒക്കെ വഹിക്കാനായിട്ടുള്ള പൈസ എക്സ് ഹസ്ബൻഡ് കൊടുക്കണമെന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഈ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇടാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഡിവോഴ്സ്ഡ് വുമൺ അല്ലെങ്കിൽ പേഴ്സണൽ ലോ വേഴ്സസ് സെക്യുലർ ലോ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇന്ദിരാ സ്വരാജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ കേസ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ഇതൊരു കീവേഡാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിൽ ഇത് കൊണ്ടുവരാം. അപ്പോൾ ദ കേസ് ഇൻവോൾവ്ഡ് എ മുസ്ലിം വുമൺ ഹൂ സോട്ട് മെയിൻ്റെനൻസ് അണ്ടർ സെക്ഷൻ 125 CRPC ആഫ്റ്റർ ഹെർ ഡിവോഴ്സ്. The Supreme Court ruled in her favor, affirming her right to maintenance under the secular statute. Okay, അപ്പോൾ ഇത് പേഴ്സണൽ കോണ്ടെക്സ്റ്റ് വരുവാണെങ്കിൽ എന്താണ്, വേർഡിക്ട് ഹൈലൈറ്റ്സ് ദാറ്റ് മുസ്ലിം വുമൺ ആർ നോട്ട് റെസ്ട്രിക്റ്റഡ് ടു പേഴ്സണൽ ലോ റെമഡീസ് അലോൺ വിച്ച് മേ ഹാവ് ലിമിറ്റേഷൻസ് ഓർ മേ സീസ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ പീരീഡ്. അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കണ്ട എന്നുള്ളൊരിതുണ്ട്. പക്ഷെ അത് അങ്ങനല്ല, സെക്യുലർ സ്റ്റാറ്റ്യൂട്ടിലും ഇവർക്ക് ഈ മെയിൻ്റെനൻസ് ആക്സസിബിൾ ആണ് എന്ന് അഫേം ചെയ്യുന്ന ഒരു ജഡ്ജ്മെൻറ്റാണ് ഇന്ദിരാ സ്വരാജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. ഓക്കെ, ആ ഒരു കേസിലെ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എംപവർമെൻറ്റ് ഓഫ് വുമൺ ആണ്. ദ ജഡ്ജ്മെൻറ്റ് എംഫസൈസസ് ദ നെസസിറ്റി ഫോർ വുമൺ ടു ഷെയർ ഫൈനാൻഷ്യൽ റിസോഴ്സസ്, ഫോർ മെൻ ടു ഷെയർ ഫൈനാൻഷ്യൽ റിസോഴ്സസ് വിത്ത് ദർ എക്സ് വൈഫ്സ് ഹു ലാക്ക് പേഴ്സണൽ മീൻസ് ടു സപ്പോർട്ട്. അതായത് സ്വന്തമായിട്ട് പൈസ ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റാത്ത ആൾക്കാർ വൈഫ്സിനെ എക്സ് ഹസ്ബൻഡുകൾ, അതായത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ എക്സ് ഹസ്ബൻഡ് അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന്
പറയുന്നുണ്ട്. അതൊരു ഇംപ്ലിക്കേഷനാണ്, വുമൺ എംപവർമെൻറ്റ് പാർട്ടായിട്ട് പറയുന്നതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിഫോമിറ്റി ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ബൈ അലോയിങ് മുസ്ലിം വുമൺ ടു ചൂസ് ബിറ്റ്വീൻ പേഴ്സണൽ ലോ ആൻഡ് സെക്കുലർ ലോ, ദ ജഡ്ജ്മെൻറ്റ് എയിംസ് ടു പ്രൊവൈഡ് ഫെയർ ആൻഡ് യൂണിഫോം ജസ്റ്റിസ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹാർമോണിയസ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ദ റൂളിംഗ് സീക്സ് ടു ബാലൻസ് ബിറ്റ്വീൻ റെസ്പെക്ടിങ് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് എൻഷുറിംഗ് ദറ്റ് വുമൻസ് റൈറ്റ്സ് ആർ അപ്ഹെൽഡ് കൺസിസ്റ്റൻ്റ്ലി. ഓക്കെ, അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്ക് നിങ്ങൾക്ക് കൺക്ലൂഷൻ കൊടുക്കാം. കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ സുപ്രീം കോർട്ട്സ് ഡിസിഷൻ ടു അലോ മെയിൻ്റെനൻസ് ക്ലെയിംസ് അണ്ടർ സെക്ഷൻ 125 CRPC ഫോർ ഡിവോഴ്സ്ഡ് വുമൺ represents a significant step towards ensuring gender justice and equality. ഓക്കെ, അപ്പം ഈ രണ്ട് കീവേഡ്സ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ റൈറ്റിങ്ങിൽ എഴുതണം. കാരണം എല്ലാവരും എഴുതുന്ന ഒരു സംഭവമാണ് ജെൻഡർ ജസ്റ്റിസും ഇക്വാലിറ്റിയും. അപ്പം നിങ്ങൾ അത് മിസ് ഔട്ട് ചെയ്യാനായിട്ട് പാടില്ല. But this ruling not only empowers women but also harmonizes the interpretation of laws to respect both personal and secular legal framework. അപ്പം നിങ്ങൾക്ക് പേഴ്സണലും അല്ലെങ്കിൽ റിലീജിയസും ആയിട്ടുള്ള ലോസിൻ്റെ കോൺഫ്ലിക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ മാരേജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും ഈ ഇന്ദിരാ സ്വരാജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് എന്ന് പറയുന്ന കേസ് കോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ജഡ്ജ്മെൻറ്റ് കോട്ട് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതിപ്പോൾ പൊളിറ്റി വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും വരുന്നത്. അപ്പം സെക്ഷൻ 125 ഓഫ് CRPC നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് അതിനകത്ത് കിട്ടും. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യാസ് ഡെമോഗ്രാഫിക് ജേർണി ഓഫ് ഹിറ്റ്സ് ആൻഡ് മിസ്സസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. ഒരു ഇന്ത്യാസ് ഡെമോഗ്രാഫിക് ട്രെൻഡിൻ്റെ ഓവർ ദ ഡെക്കേഡ്സിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യാസ് ഡെമോഗ്രാഫിക് ജേർണി ഹാസ് ബീൻ മാർക്ക്ഡ് ബൈ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇമ്പാക്ടിങ് ഇറ്റ്സ് സോഷ്യോ എക്കണോമിക് ലാൻഡ്സ്കേപ്പ്. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എടുക്കുകയാണ്. റാപ്പിഡ് ഗ്രോത്ത് ആണ്. ഇൻ 1950s and 1960s, India's population grew at an annual rate of 2%. This period saw issues like poverty, hunger and പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെങ്കിൽ ഇത് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ സ്റ്റെബിലൈസേഷൻ എഫർട്ട്. അപ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ്സ് ബിഗാൻ ടു ഡിക്ലൈൻ ഫ്രം ദ 1970s, ലീഡിംഗ് ടു എ സ്ലോവർ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ സബ്സിക്വൻറ്റ് ഡെക്കേഡ്സ്. ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ലിവിംഗ് കണ്ടീഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലേഡ് ക്രൂഷ്യൽ റോൾസ്. ഓക്കെ, അപ്പോൾ കറണ്ട് ഡെമോഗ്രാഫിക് ട്രെൻഡുകളാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിക്ലൈനിങ് ഫെർട്ടിലിറ്റി റേറ്റ്. അപ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഡിക്രീസ് ഫ്രം 3.4 in 2000 to 2.2 in 2020, നിയറിംഗ് റീപ്ലേസ്മെൻറ്റ് ലെവൽ ഓഫ് 2.1. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ലെവൽ നമുക്ക് വേണ്ടത് ശരിക്കും 2.1 ആണ്. അതായത് കറണ്ട് പോപ്പുലേഷൻ തന്നെ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, നമ്മൾ 3.4 ആയിരുന്നു 2000-ൽ, ഇപ്പോൾ 2020-ൽ 2.2 ആയി. ഇപ്പോൾ പോപ്പുലേഷൻ ഏജിങ്. അപ്പോൾ എമർജിങ് കൺസേൺ ഈസ് ഏജിങ് പോപ്പുലേഷൻ നെസസിറ്റേറ്റിംഗ് എ ഫോക്കസ് ഓൺ ഹെൽത്ത് കെയർ, പെൻഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ എൽഡർലി. പിന്നെ ഏർബനൈസേഷൻ ആണ്. റാപ്പിഡ് ആയിട്ടുള്ള റൂറൽ ടു ഏർബൻ മൈഗ്രേഷൻ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഏർബൻ ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള സർവീസ് ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യ ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ അണ്ടർ 35, പ്രൊവൈഡിങ് എ പൊട്ടൻഷ്യൽ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ്. അപ്പം ദിസ് ക്യാൻ ഡ്രൈവ് എക്കണോമിക് ഗ്രോത്ത് ഇഫ് ഹാർനസ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ പോളിസി ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാംസ് ലൈക്ക് സ്കിൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അതെല്ലാം ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിനെ നമുക്ക് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ്. അത് ആ സ്കീമുകൾ ഈ ഒരു പോപ്പുലേഷന് നമുക്ക് ഇവർക്ക് ഇത്രയും പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻകംസ് അല്ലെങ്കിൽ ജോബ്സ് ജനറേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് ഈ പോളിസീസിലെല്ലാം കാണുന്നുണ്ട്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ പോവർട്ടി ആൻഡ് ഹങ്കർ എന്ന് പറയുന്ന എനിക്കൊന്ന് SDG 9 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം എയിംസ് ടു എലിമിനേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ അലൈനിങ് വിത്ത് ദ SDG ടാർഗറ്റ്സ്. However, disparities persists, particularly in rural and marginalized communities. അപ്പോൾ പിന്നെ ഹെൽത്ത് കെയർ ആൻഡ് വെൽബീയിങ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ റെഡ്യൂസിങ് മാറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്സ്, ബട്ട് ചാലഞ്ചസ് റിമെയിൻ ഇൻ എൻഷുറിങ് കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ ആക്സസ്. പിന്നെ എഡ്യൂക്കേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എഫേർട്സ് ടു ഇംപ്രൂവ് ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷണൽ ഔട്ട്കംസ് ആർ ഓൺ ഗോയിങ്. പിന്നെ ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് സർവ ശിക്ഷ അഭിയാൻ,
ആൻഡ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. പിന്നെ നമുക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇതിനകത്ത് കോട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ട്രൈബൽസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഏകലവ്യ സ്കൂള്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് കോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ എഡ്യൂക്കേഷൻ പരമായിട്ട് ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഇന്നിക്വാളിറ്റിയാണ്. അപ്പം എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിസ്പാരിറ്റീസും ഉണ്ട്. അതായത് ഒരു യൂണിഫോം ആയിട്ടുള്ള പോപ്പുലേഷൻ ഡെവലപ്മെൻറ്റ്. അപ്പം നമുക്ക് ഇന്നിക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴേക്കും അറിയാം ഇന്ത്യയുടെ ടോട്ടൽ വെൽത്തിൻ്റെ 50% ഒക്കെ ടോപ്പ് 1% അത്രയും ചെറിയൊരു എമൗണ്ട് ആൾക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിനൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ആ ഡേറ്റ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇൻഇക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിസ്പാരിറ്റീസ് യൂണിഫോം ആയിട്ട് കൺട്രിയുടെ പ്രോഗ്രസ്സിനെ ഹിൻഡർ ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊരു ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഇൻഇക്വാളിറ്റി റിപ്പോർട്ട് വെച്ചുള്ള ആ ഡേറ്റ നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. പിന്നെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, ബാലൻസിങ് പോപ്പുലേഷൻ ഗ്രോത്ത് വിത്ത് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഈസ് ക്രിട്ടിക്കൽ. അപ്പോൾ ഇഷ്യൂസ് ലൈക്ക് പൊല്യൂഷൻ, ഡീഫോറസ്റ്റേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അർജൻറ്റ് അറ്റൻഷൻ നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്കണോമിക് ഗ്രോത്തിൻ്റെ കേസിലാണെങ്കിൽ സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്ത് ഇസ് നെസസറി ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇംപ്രൂവ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ എൻഷുറിങ് ജോബ് ക്രിയേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇന്നലത്തെ DNA നമ്മൾ നോക്കിയായിരുന്നു മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പം ഇന്ന് നമ്മൾ പറയേണ്ടത് മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക ഗവൺമെൻറ്. ഓക്കെ, മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക. പിന്നെ അതിലൂടെ തന്നെ നമുക്ക് ജോബ് ക്രിയേഷൻസ് കുറേ ഉണ്ടാകും. അപ്പോൾ കുറച്ചൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എംപ്ലോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റൂറൽ ടു അഗ്രേറിയൻ ആയിട്ടുള്ള റൂറൽ ടു ഏർബൻ മൈഗ്രേഷനെ നമുക്ക് അവർക്ക് പ്രോപ്പർ സ്ട്രീമിലോട്ട് അവരെ കയറ്റാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ബൂമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും ഇന്ത്യാസ് ഡെമോഗ്രാഫിക് ജേർണി റിഫ്ലെക്ട്സ് എ ബ്ലെൻഡ് ഓഫ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ചാലഞ്ചസ് വൈൽ പ്രോഗ്രസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ഏരിയാസ് ലൈക്ക് ഫെർട്ടിലിറ്റി റിഡക്ഷൻ, health and education. Significant issues such as inequality, aging population, environmental sustainability need to be addressed. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ കൊടുത്തതിൻ്റെ ഒരു ഇത് നോക്കിയേ. ആദ്യം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡ് പറഞ്ഞു, ഫെർട്ടിലിറ്റി റിഡക്ഷൻ നമ്മൾ പറഞ്ഞു, ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു, എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇന്നിക്വാളിറ്റീനെയും ഏജിങ് പോപ്പുലേഷനെ കുറിച്ചും എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മൾ കൺക്ലൂഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നീഡ് ടു ബി അഡ്രസ്. സ്ട്രാറ്റജിക് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആർ എസെൻഷ്യൽ ഫോർ ഇന്ത്യ ടു ഹാർനസ് ഇറ്റ്സ് ഡെമോഗ്രാഫിക് പൊട്ടൻഷ്യൽ ആൻഡ് അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഓക്കെ, അത് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൺക്ലൂഷൻ കൊടുക്കാം. ഓക്കെ, പിന്നെ എ പാത്ത് വേ ഫോർ മോസ്റ്റ് പോപ്പുലസ് നേഷൻ. അപ്പോൾ ഇന്ത്യ നൗ ദ മോസ്റ്റ് പോപ്പുലസ് നേഷൻ ഫേസസ് യൂണിക് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ദ ഗ്ലോബൽ പോപ്പുലേഷൻ എക്സ്പെക്റ്റഡ് ടു റീച്ച് 8.5 ബില്യൺ ബൈ 2030. അപ്പോൾ ഇന്ത്യസ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് demand strategic interventions to harness the potential and mitigate the challenges associated with being the world's most populous country. അപ്പം മോസ്റ്റ് പോപ്പുലേഷൻ ഉള്ള കൺട്രി എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, ഒന്നെന്ന് പറയുന്നത് വുമൻസ് ഹെൽത്ത് ആൻഡ് റൈറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ എൻഷുറിങ് ആക്സസ് ടു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസസ് ഈസ് ക്രൂഷ്യൽ ഫോർ മാനേജിങ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവിങ് വുമൻസ് ഹെൽത്ത് ഔട്ട്കംസ്. പിന്നെ ജെൻഡർ ഇക്വാളിറ്റി ആണ്. എംപവറിങ് വുമൺ ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ക്യാൻ ലീഡ് ടു ലോ ഫെർട്ടിലിറ്റി റേറ്റ്സ് ആൻഡ് ബെറ്റർ സോഷ്യോ എക്കണോമിക് ഔട്ട്കംസ്. അപ്പോൾ വുമൺ എംപവർമെൻറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു സൊസൈറ്റി, നമുക്കറിയാം ഇന്ത്യസ് പോപ്പുലേഷനിൽ 50%ഓളം ഏകദേശം രണ്ട് ജെൻഡേഴ്സിൻ്റെയും പോപ്പുലേഷൻ സമമാണ്. അപ്പോൾ പക്ഷേ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ വുമൺ ആർ എംപ്ലോയിഡ് ഇൻ ഇൻഫോർമൽ സെക്ടർ. ഓക്കെ, ഇൻഫോർമൽ സെക്ടറിലാണ് നമ്മുടെ വുമൺ അല്ലെങ്കിൽ ഫീമെയിൽസ് എംപ്ലോയിഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് ജോബ് സ്റ്റെബിലിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത
ഒരു സെക്ടറാണ്. അവിടെയാണ് ഇവർക്ക് എംപ്ലോയ്മെൻറ്റ് വന്നേക്കുന്നത്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വുമൺ എംപവർമെൻറ്റിൽ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് ലോവർ ഫെർട്ടിലിറ്റി റേറ്റും പിന്നെ ബെറ്റർ സോഷ്യോ എക്കണോമിക് ഔട്ട്കംസും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏർബനൈസേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ എന്ന് വെച്ചാൽ ഏർബൻ പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പം ബൈ 2030 എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ വിൽ റിസൈഡ് ഇൻ ഏർബൻ ഏരിയാസ് നെസസിറ്റേറ്റിംഗ് റോബസ്റ്റ് urban planning and infrastructure development. Smart cities mission എന്ന് പറയുമ്പോൾ initiatives like smart cities mission aim to create sustainable and efficient urban spaces, but challenges remain in execution and scalability. പിന്നെ എൽഡർലി പോപ്പുലേഷൻ്റെ കേസിലാണെങ്കിൽ ഏജിങ് പോപ്പുലേഷൻ ദ പ്രൊമോഷൻ ഓഫ് എൽഡർലി ഇൻഡിവിജ്വൽസ് ഇത് ഇൻക്രീസിങ് പ്രൊപ്പോർഷൻ ഓഫ് എൽഡർലി ഇൻഡിവിജ്വൽസ് കൂടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഹെൽത്ത് കെയറും പെൻഷൻസും സോഷ്യൽ സെക്യൂരിറ്റിയൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഓരോരോ പാത്ത് വേസ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത്രയും വലിയൊരു പോപ്പുലേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. അതായത് നമുക്കറിയാം ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്, ഹെൽത്ത് കെയർ ഫ്രീ ആണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഇത്രയും വലിയ പോപ്പുലേഷൻ, ഏകദേശം ഒരു 10-20 കൺട്രിയുടെ പോപ്പുലേഷനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ നമുക്ക് കോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട്. സിംബാബ്വേയുടെ ഒരു പ്രസിഡന്റ് പറഞ്ഞൊരു കോട്ടാണ്, ഇന്ത്യ ഈസ് ഫീഡിങ് 1.4 ബില്യൺ പീപ്പിൾ. പക്ഷേ ആ കോവിഡ് സമയത്ത് നമ്മുടെ പോപ്പുലേഷനെയും ഫീഡ് ചെയ്തു, ബട്ട് അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് ഫീഡിങ് ദ എൻറ്റയർ വേൾഡ്. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റംസ് നമ്മൾ എൻഷുർ ചെയ്യണം. കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. പിന്നെ മൈഗ്രേഷൻ ആൻഡ് ഡെമോഗ്രാഫിക് ബാലൻസ്, ഇൻറ്റേർണൽ മൈഗ്രേഷൻ ഉണ്ട്, റൂറൽ ടു അർബൻ മൈഗ്രേഷൻ നടക്കുന്നൊരു കാര്യമാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ പോളിസി ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ പോളിസീസ് നീഡ് ടു അഡ്രസ് ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് മൈഗ്രേഷൻ, എൻഷുറിങ് ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ് അക്രോസ് റീജിയൻസ്. പിന്നെ എക്കണോമിക് ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, അതായത് ഒരു ലാർജ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഉണ്ട് ഇന്ത്യക്ക്. പക്ഷെ എന്താണ് അതിൻ്റെ ഒരു ഹെൽത്തി ബെനിഫിറ്റ് എടുക്കണമെങ്കിൽ 2030 നമുക്ക് എടുക്കണം. അപ്പോൾ ആ ഒരു ചാലഞ്ചും കൂടി അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇൻവെസ്റ്റിംഗ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഈസ് ക്രൂഷ്യൽ ടു എൻഷുർ വർക്ക് ഫോഴ്സ് ക്യാൻ മീറ്റ് ഡിമാൻഡ്സ് ഓഫ് ദ മോഡേൺ എക്കണോമി. പിന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആണ്, ക്രിയേറ്റിംഗ് ആംപിൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടോപ്സ് ഓഫ് ഗ്രോയിങ് വർക്ക് ഫോഴ്സ് ഇസ് വൈറ്റൽ ഫോർ എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത്. ഹെൽത്ത് കെയർ ആൻഡ് ന്യൂട്രീഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, പ്രൊവൈഡ് ആക്സസിബിൾ ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ. പിന്നെ ന്യൂട്രീഷൻ്റെ ആൻഡ് ചൈൽഡ് ഹെൽത്തിൻ്റെ കേസിൽ അഡ്രസ്സിങ് മാൽ ന്യൂട്രീഷൻ. അംഗൻവാടി സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിന് ഫുഡും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6,000 റുപ്പീസോളം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു കന്യാ അഭിയാൻ അങ്ങനെ കണ്ടാണ് ആ ഒരു പോളിസിയുടെ പേര്. അതും കൂടി നിങ്ങൾ നോക്കി വെക്കുക. അത് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഈ ഒരു പോയിൻ്റൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് അത് ആഡ് ചെയ്യാം. ആൻഡ് എൻഷുറിങ് ചൈൽഡ് ഹെൽത്ത് ത്രൂ ടാർഗറ്റഡ് പ്രോഗ്രാംസ് ക്യാൻ ഇംപ്രൂവ് ഓവറോൾ ഹെൽത്ത് ഔട്ട്കംസ്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ കേസിൽ SDG കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. പോവർട്ടി റിഡക്ഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സസ്റ്റൈനബിൾ സിറ്റീസ്, പിന്നെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്. ഇതൊരു കീവേഡാണ് കേട്ടോ, ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പം എൻഷുറിങ് ദാറ്റ് ഓൾ സെഗ്മെൻറ്റ്സ് ഓഫ് ദ പോപ്പുലേഷൻ ബെനിഫിറ്റ് ഫ്രം എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്. അപ്പം ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഇന്ത്യാസ് ഡെമോഗ്രാഫിക് ജേർണി പ്രസൻസ് ബോത്ത് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ബൈ ഫോക്കസിംഗ് ഓൺ വുമൻസ് ഹെൽത്ത് ആൻഡ് റൈറ്റ്സ്, urbanization and aging population, migration, economic development and healthcare, India can strategically navigate its path as the most populous nation. Okay, policy interventions must be inclusive ആയിട്ടുള്ളതായിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം, geared towards leveraging the demographic dividend while addressing the associated ചാലഞ്ചസ്. ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ആദ്യം പറഞ്ഞ പോയിൻറ്റ്സും അതുപോലെ തന്നെ ആ ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ചാലഞ്ചസ് എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ നമുക്കിതിനെ ഈ ഒരു സംഭവം നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊരു കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം ഈ പ്രാവശ്യത്തെ DNA എന്ന് പറയുന്നത് കൂടുതലൊരു മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള
ഒരു കാര്യമായിരുന്നു. നിങ്ങൾക്ക് പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിൻസ് നോട്ടിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ഈ പ്രാവശ്യത്തെ DNA-യിലുണ്ട്. അത് നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ നമുക്കറിയാം സെക്കുലർ വേഴ്സസ് പേഴ്സണൽ ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കേസ് നമ്മുടെ മുസ്ലിം വുമണിന് എന്താണ് ഡിവോഴ്സ് ആയിട്ടുള്ള മുസ്ലിം വുമണിന് അവർക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന കാര്യവും പിന്നെ ഇന്ദിരാ സ്വരാജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് കേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, വാല്യൂ അഡീഷൻ ഉള്ള ഒരു ന്യൂസ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ DNA നമുക്ക് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം കാണാം. ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.